ഞാൻ 2 ആഴ്ച മുന്നേ എൻ്റെ ആക്നെയുടെ ഒരു ഹീലിംഗ് ജേർണിയെ കുറിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ അതൊരു 1 മിനിറ്റ് റീൽ ആയതുകൊണ്ട് എനിക്ക് ഫുൾ കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ റീല് കണ്ടിട്ട് എനിക്ക് ഒത്തിരി പേര് എന്താ പറയുക മെസ്സേജ് അയച്ചിരുന്നു. ഏത് ഡോക്ടറിനെയാണ് കണ്ടത്? എങ്ങനെയാണ് മാറ്റിയെടുത്തത്? എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തത്? എന്ത് മരുന്നാണ്? അപ്പം ഞാൻ ആ റീലിൽ പറയുന്നുണ്ട് ഞാനൊരു മരുന്ന് കഴിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ ഏത് മരുന്നാണ് കഴിച്ചത്? അങ്ങനെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എന്താ പറയുക ഒരു ചെറിയ യൂട്യൂബ് വീഡിയോ ചെയ്യാം. ലൈക്ക് കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. പക്ഷേ ഒത്തിരി ഞാൻ എന്നിട്ട് സ്റ്റോറിയും ഇട്ടിരുന്നു ആ ഡോക്ടറിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ. പക്ഷേ കുറച്ചും കൂടി ആ ജേർണി മൊത്തത്തിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി എന്നെപ്പോലെ തന്നെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ പോയ ആളുകൾക്ക് മേ ബി ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. കാരണം പേഷ്യൻസ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നാളെ നമ്മുടെ കുരുവൊന്നും മാറാൻ പോകുന്നില്ല. ചിലപ്പോൾ 1 മാസമായിരിക്കും, ചിലപ്പോൾ 2 മാസമായിരിക്കും, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് മാറുമായിരിക്കും. പക്ഷെ ഒരാഴ്ച കൊണ്ട് മാറും എന്നില്ല, എനിക്കറിയില്ല മാറുമെന്ന്. പക്ഷെ മാറുമായിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് പേഷ്യൻസും കൺസിസ്റ്റൻസിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കഥ മൊത്തം പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊരു 2 വർഷം കൊണ്ടാണ് എൻ്റെ ആക്നെ ഫുള്ള് മാറിയത്. എൻ്റെ ഫേസ് അതുപോലെ ഒരു പോയിന്റ്, അതായത് സാധാരണ നമ്മുടെ മുഖത്ത് ഒരു കുരു, ആ കുരു ഇങ്ങനെ കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ മുഖത്ത് അങ്ങനെയല്ല, കുരു ഇല്ലാത്ത ഒരു സ്ഥലം കാണിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു കുരു ഉണ്ടായിരുന്നത്. അപ്പോൾ 2021 എൻ്റെ 2021 മാർച്ചിലാണ് എനിക്ക് ഈ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ എൻ്റെ മുഖത്ത് പീരീഡ്സ് ആവുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക ഒരു 2-3 കുരു വരും, അത് പോകും. അതിൻ്റെ മാർക്സ് എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ അത് തന്നെ ഓട്ടോമാറ്റിക്കലി പോകുമായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 2021 മാർച്ചിൽ ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോഴത്തേക്കിനും ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ മുഖത്തിങ്ങനെ തരി ആദ്യം ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, തരിതരിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് സ്വന്തമായിട്ടുള്ള പരിപാടികളൊക്കെ ട്രൈ ചെയ്യാൻ DIY ആയിരുന്നല്ലോ അന്ന്. നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നു, പിന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ കാണുന്നു, അതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് കുറേ പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. പക്ഷെ അത് ഒരാഴ്ച 2 ആഴ്ച, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് സ്കിന്നിന് ഇഷ്യൂ ഉള്ള ഒരാളാണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് എനിക്ക്. ഒരിടയ്ക്ക് ഇന്ന പെർട്ടിക്കുലർ സോപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞു മറ്റേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, കാക്കനാടുള്ളൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞു. കാരണം ഏപ്രിലിൽ എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഫോട്ടോസിലൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. മാത്രമല്ല ഞാൻ ഇവിടെ മാത്രമല്ല ബാക്കിലും ഒക്കെ ആ തരി പോലത്തെ കുരു വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായത് വേറെ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് കാണിച്ചു. അപ്പോൾ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു ബോഡി ഹീറ്റ് കൂടുതലായതുകൊണ്ടാണ്. സമ്മറല്ലേ, മാർച്ച് ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും സമ്മറല്ലേ, അപ്പം അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം നമുക്ക് ബോഡി ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഈ കുരു ഒന്ന് സപ്രസ് ആവാനുള്ള ആയുർവേദ ഇതൊക്കെ തന്നു. അപ്പം എന്താ പറയുക, ബോഡി ഹീറ്റ് കുറയാൻ വേണ്ടിയിട്ടൊക്കെ കഴിച്ചു. പിന്നെ കുളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയും കാര്യങ്ങളും ഒക്കെ തന്ന് ബാക്കിലുള്ള ആ ബാക്ക് ആക്നെയൊക്കെ നന്നായിട്ട് പോയിട്ടോ. പക്ഷേ മുഖത്തുള്ളത് അങ്ങനെ പോയില്ല. പിന്നെ ബാക്ക് ആക്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കെമിസ്റ്റഡ് ഒരു റെഡ് കളറുള്ള ഒരു ബോട്ടിൽ ബോഡി വാഷായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ അതായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പം മാറ്റി. അപ്പം അത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ എൻ്റെ ബോഡി ആക്നെയോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് വർക്കായി, നിങ്ങൾക്ക് വർക്കാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുരുവിൻ്റെ സംഭവം അങ്ങനെ നിന്നു. കുറേ ശ്രമിച്ചു. ഞാനൊരു സ്കിൻ ക്ലിനിക്കിൽ പോയി. അത് ഭയങ്കര എനിക്ക് മോശം അനുഭവമായിരുന്നു. ഞാൻ എന്താ പറയുക, എനിക്ക് മാത്രം ആണോ എന്നെനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര മോശം അനുഭവമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ സ്കിൻ പീലിംഗ് ചെയ്തു. അപ്പോൾ ഒരു വട്ടം സ്കിൻ പീലിംഗ് ചെയ്തപ്പോഴത്തേക്കിനും എൻ്റെ മുഖം ഒരു ദിവസം ചെയ്തു, 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിനും ഭയങ്കര ഗ്ലോയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ ഓർത്തു കുരു ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഗ്ലോ ഒക്കെ ഉണ്ടല്ലോ എന്നോർത്ത് സമാധാനിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്താ പറയുക, പക്ഷേ അടുത്ത തവണ പോകുന്നതിന് മുന്നേ എൻ്റെ സ്കിന്നിന് കുറച്ച് എന്താ പറയുക, അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ഇത് വർക്കാവും തോന്നുന്നില്ല, എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്, അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രശ്നമായിരിക്കും. അപ്പം പുള്ളിക്കാരി പറഞ്ഞു ഇല്ലില്ല, ഇതൊരു 6 സെഷനൊക്കെ ചെയ്താലേ നമുക്ക് കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ, വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു.
ഞാൻ 6 സെഷൻ എടുത്തു. ആ സമയത്താണെങ്കിൽ ഞാൻ പാവം ഒരു IT ജോലിക്കാരിയായിരുന്നു. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ ആയിരുന്നു പേ ചെയ്യുന്നതും തിരിച്ചും മറിച്ചും പൈസ അങ്ങോട്ട് തിരിച്ചു മറിച്ച് എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറാം. കാരണം ആളുകൾക്ക് കാണുന്ന ഉടനെ ചോദിക്കാനായിട്ട് ഞാൻ ആ റീലിൽ തന്നെ പറഞ്ഞു, "സുഖമാണോ? കഴിച്ചോ? എവിടാ ഇപ്പം? കോവിഡായിട്ട് സേഫാണോ?" അങ്ങനെയൊന്നും അല്ല ചോദിക്കുന്നത്. "മുഖത്ത് എങ്ങനെയാ ഇത്ര കുരു വന്നേ? എന്താണ് മുഖത്ത് എങ്ങനെയാ ഇത്ര കുരു വന്നേ? അത് എങ്ങനെയാ വന്നേന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുത്താനാണോ? എനിക്കറിയില്ല. എന്താ? അല്ലെങ്കിൽ വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാനാണോ?" എനിക്ക് അങ്ങനെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഇത് ഭയങ്കര ഡെസ്പറേറ്റ് ആയത്. ബിക്കോസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചില്ലെങ്കിൽ ആളുകൾക്ക് സമാധാനം ഇല്ല. ഞാനടങ്ങുന്ന ആളുകളായിരിക്കും. എന്നാലും മനുഷ്യ സഹജമായിട്ടുള്ളൊരു സംഭവമാണ്. അവർക്ക് ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അങ്ങനെ അത് ഭയങ്കര ഞാൻ ഡെസ്പറേറ്റ് ആയി മാറിയായിരുന്നു. പക്ഷെ അങ്ങനെ ആവരുത്. നമ്മൾ ഡെസ്പറേറ്റ് ആവരുത്. നമ്മൾ എന്ത് കാര്യത്തിൽ ഡെസ്പറേറ്റ് ആവുന്നോ അത് ഇച്ചിരി പ്രശ്നമാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പം എന്താ പറയുക, അങ്ങനെ ഒരു 6 സെഷൻ 6 എടുത്തോ എനിക്കറിയില്ല, 4 എന്തായാലും എടുത്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി അത് വർക്കാവില്ല. അവരുടെ ഒരു സാധനം, അവരുടെ ഫേസ് വാഷ് എൻ്റെ സ്കിൻ ഓയിലിയാണ്, അത് വീണ്ടും ഓയിലി ആക്കുന്നു. ഇങ്ങനെ മറ്റേ പഴംപൊരി ഉണ്ടാക്കാമായിരുന്നു എൻ്റെ മുഖത്തുനിന്ന് ഇങ്ങനെ എണ്ണ എടുത്തിട്ട് അവിടുത്തെ പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് പക്ഷേ ഒത്തിരി ആ സമയത്ത് ഭയങ്കര ബിഗ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകൾ സ്റ്റോറിയൊക്കെ ഇടുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ്, ആര് പ്രൊമോട്ട് ചെയ്തത്, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നാൽ പോലും ഒരു തവണ നിങ്ങൾ പോയി നോക്കുക, 2 തവണ പോയി നോക്കുക. നിങ്ങൾക്ക് വർക്കാവുന്നില്ലെങ്കിൽ നിർത്തുക. അല്ലെങ്കിൽ കാരണം ഇപ്പം എല്ലാവർക്കും എല്ലാ സാധനങ്ങളും എല്ലാവരുടെയും ബോഡിയിൽ വർക്ക് ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുള്ളായിരിക്കണം. അത് ഭയങ്കര മസ്റ്റാണ്. ഏത് ഇൻഫ്ലുവൻസേഴ്സ്, ഞാനടങ്ങുന്ന ഇൻഫ്ലുവൻസേഴ്സ് പോലും എന്ത് പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നാലും പാച്ച് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വർക്കാവുന്നില്ല, അതിന് നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് വരുന്നുണ്ട്, അതായത് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിർത്തുക. അത് ദൈവം പറഞ്ഞ അത്ര വേണ്ടായിരുന്നു. പക്ഷേ അതിന് നമ്മളുടെ ചോയ്സസ് നമ്മുടെ മാത്രമാണ്. ആളുകൾ ആഡ്സ് ചെയ്യും, ഞാനടങ്ങുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആഡ് ചെയ്യും, പക്ഷേ നമുക്കെന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണ് പോയ ഒരാളാണ് ഞാൻ. ആ സമയത്ത് ഞാൻ മോഡലിംഗ് ഒക്കെ മാത്രം ഇങ്ങനെ ചെയ്ത് പാജൻസിലൊക്കെ, അപ്പോൾ പാജൻസിനും മോഡലിങ്ങിനും ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് പണ്ട് തൊട്ടേ അഭിനയിക്കണം, സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ ആഡ്സിലൊക്കെ അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളവരായിരുന്നു. അപ്പം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പം പറഞ്ഞാൽ ട്രൈ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. ചെയ്യണം, പക്ഷെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് മുഖത്ത് കുരു ഉള്ളതുകൊണ്ടായിരിക്കും എന്നായിരുന്നു പറയുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. ചെയ്താൽ അയ്യോ എനിക്ക് മുഖത്ത് കുരു ഉള്ളതുകൊണ്ടാണോ അപ്പോൾ കിട്ടാത്തത് അല്ലെങ്കിൽ പറ്റാത്തത് എന്നൊക്കെയുള്ളൊരു വിഷമമായിരുന്നു. എന്നിട്ട് പിന്നെ കാലങ്ങൾ കടന്നുപോയി. ഞാൻ ഉപയോഗിച്ച് നോക്കാത്ത സാധനങ്ങൾ, ഒന്നാമത്തെ കാര്യം എനിക്ക് രക്തചന്ദനം, മറ്റേ എന്തൊരു ഒരു മഞ്ഞൾ ഇല്ലേ, നമ്മുടെ മഞ്ഞപ്പൊടിയല്ല, മഞ്ഞൾ, രക്തചന്ദനം, മഞ്ഞൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും എൻ്റെ മുഖത്തിടാൻ പറ്റില്ല. കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്കതൊന്നും പറ്റില്ല. ഒരു വട്ടം രക്തചന്ദനം ഇട്ടിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു കറുത്ത പാട് പോലെയൊക്കെ വന്നു. അത് ആ സമയത്തല്ല, പണ്ട്. അതുകൊണ്ട് എനിക്കതൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അലോവേറ കുറേ ഇട്ടു, അപ്പോൾ കുറച്ചൊരു ഇതാവുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് അതിനെന്ത് ട്രീറ്റ്മെൻ്റ് ആണോ വേണ്ടത് അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് എനിക്കറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ തന്നെയുള്ള ട്രീറ്റ്മെൻറ്റ്, പിന്നെ എന്തേലും ആവട്ടെ, ഇതിങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാൾ മുന്നോട്ട് പോയി. അങ്ങനെ പോയി ഞാൻ ആങ്കറിങ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ തുടങ്ങിയ സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആങ്കറിങ് ഒന്നും ചെയ്യുമ്പോൾ അങ്ങനെ ആരും എൻ്റെ അടുത്ത്, എനിക്കറിയില്ല, ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി ഇങ്ങനെ ഇതെന്താ കുരുവിൻ്റെ കൃഷിയാണോ അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി ഞാനിതിങ്ങനെ ഡെയിലി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കാർത്തികയുടെ അടുത്ത് പറഞ്ഞു, എനിക്കിതൊന്ന് മാറ്റണം, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, കാത്തു എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ ഇത്, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, ഒരു സ്കിൻ ഡോക്ടറാണ്. പുള്ളി ഒരു ചെറിയ എന്താ പറയുക, ഒരു ഹോസ്പിറ്റൽ, ഒരു ക്ലിനിക്ക് പോലെ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. എനിക്ക് കറക്റ്റ് സ്ഥലം ഓർമ്മയില്ല, കോട്ടയത്താണ്. അപ്പോൾ നീ ഇനി അടുത്ത പ്രാവശ്യം വരുന്നില്ലേ, അപ്പം വന്നൊന്ന് കാണിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പിന്നെന്താ, എന്തായാലും എല്ലാം പരീക്ഷിച്ചു. ഞാൻ ലൈഫ് ബോയ് സോപ്പ് വരെ ഉപയോഗിക്കാൻ മുഖത്തിട്ടു, ഡെറ്റോൾ തേച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നറിയോ, പറഞ്ഞാൽ തീരത്തില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവൾ പറഞ്ഞു, അപ്പോൾ പിന്നെ ഇതെങ്കിൽ ഇത് ഞാൻ താമസിക്കാൻ വരെ ആ സമയത്ത് റെഡിയാണ്. അത്ര ഡെസ്പറേറ്റ് ആയിരുന്നു. എന്തിന് ഇപ്പോൾ ഓർക്കുമ്പോൾ അത്ര ആവണോ എന്ന് ചിന്തിക്കുമ്പം ഇപ്പം തടി കുറയ്ക്കാൻ ഞാൻ അതുപോലെ ഡെസ്പറേറ്റ് ആണ്, പക്ഷെ ഒന്നും ചെയ്യാറില്ല എന്നേ ഉള്ളൂ. അപ്പോൾ
എന്താ പറയുക, ഞാൻ പറഞ്ഞാൽ വരാം എന്ന് പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെയാണ് എനിക്ക് മറ്റേ ഇങ്ങനെ ലൈറ്റ് കത്തി വരത്തില്ലേ, അതുപോലുള്ള സാധനം, മറ്റേ ദൈവത്തെ കണ്ട ഒരു ഫീല് വന്നത്. പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ അടുത്ത കാലത്ത് എങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ റിലേഷൻഷിപ്പിലൊന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മുടെ അർജുനൊന്നും കണ്ടിട്ടില്ലായിരുന്നു, അതിന് മുന്നേ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു മരുന്ന് തരാം, പക്ഷേ ഇത് 6 മാസം കഴിക്കണം. പക്ഷേ ഇത് കഴിക്കുവാണെങ്കിൽ ഇത് കഴിച്ച് കഴിഞ്ഞ് ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ 6 to 1 year കഴിഞ്ഞിട്ടേ കൺസീവ് ചെയ്യാൻ പാടുള്ളൂ, കുട്ടി ഉണ്ടാവാൻ പാടുള്ളൂ, പ്രഗ്നൻ്റ് ആവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എനിക്കിപ്പോൾ ആ സമയത്ത് 23, 24 ആ വയസ്സാണെന്ന് തോന്നുന്നത്, 25, മാക്സിമം 25-നുള്ളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ പോലും പ്ലാനില്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് തന്നു. പക്ഷേ ഭാവിയിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ മരുന്ന്, അപ്പോൾ ഇത് ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അതുകൊണ്ട് ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇനി എൻ്റെ ഫേസിന് പറ്റിയ നല്ല ഫേസ് വാഷ്, നല്ല മോയ്സ്ചറൈസർ, നല്ല സൺസ്ക്രീൻ, ഇത് ഇത്രയും സാധനങ്ങൾ, 4 സാധനങ്ങളാണ് തന്നത്. ഈ മരുന്നിൻ്റെ പേര് ഞാൻ പറയില്ല, കാരണം അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത്, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടത്തുമില്ല, ഇനി കിട്ടിയാലോ, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. കാരണം ഡോക്ടർ തരേണ്ട ഒരു സാധനമാണത്. പിന്നെ നിങ്ങൾക്കത് വർക്കാകുമോ എന്നൊക്കെ ഡോക്ടറിനെ അത് പറയാൻ പറ്റുള്ളൂ. അപ്പം അത് ആ ഡോക്ടർ തന്നു. എന്നിട്ട് എന്താ പറയുക, പുള്ളി എനിക്കൊരു 1 വീക്ക് കുറച്ച് നാളത്തേക്കുള്ളത് എഴുതി തന്നിട്ടുണ്ടായിരുന്നുള്ളേ. ആഹാ ഗ്ലോ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിങ് ഫേസ് വാഷാണ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തത്. അല്ല കേട്ടോ, ആഹാ ഗ്ലോയുടെ വേറൊരു സാധനം, ഒരു കുറച്ച് അതിനകത്ത് ഇങ്ങനെ ബീഡ്സ് പോലെയൊക്കെ ഉണ്ടാകുന്ന ആഹാ ഗ്ലോയുടെ ഒരു സാധനമാണ് തന്നത്. പിന്നെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീൻ തന്നായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പുള്ളി കോട്ടയത്താണല്ലോ, അപ്പോൾ 1 വീക്ക് ഇത് യൂസ് ചെയ്തപ്പം ഇത് പോയില്ല, എൻ്റെ ഫേസിലുള്ളതൊന്നും പോയില്ല, പക്ഷെ പുതിയത് വന്നില്ല. അതാണ് എൻ്റെ മെയിൻ ഭയങ്കര സന്തോഷം, മരുഭൂമിയിൽ മഴ പെയ്ത പോലത്തെ സന്തോഷം. പക്ഷേ പുള്ളി ഒരാഴ്ച കഴിഞ്ഞിട്ട് കോട്ടയത്ത് ചെല്ലാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കത് ഇച്ചിരി ടാസ്ക്കാണ്, എറണാകുളത്തുനിന്ന് കോട്ടയത്ത് എപ്പോഴും 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ പോവുക. കാരണം ഞാൻ IT ജോലി ചെയ്യാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടി, പിന്നെ ഷൂട്ടുണ്ട്, അപ്പോൾ ഇതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചിക്കൻ പോക്സ് വന്ന സമയത്ത് ഞാനൊരു സ്കിൻ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നേ, റെനെ യൂണിവേഴ്സിറ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഡോക്ടർ രേഷ്മ തോമസ്. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ചിൽ കാം വൈബൊക്കെ ആയിരുന്നു. ഞാൻ ആലോചിക്കുക, അത്രയും കാലം ഞാൻ എന്തുകൊണ്ട് പുള്ളിക്കാരി ഒന്ന് പോയി കാണണം എന്ന് ചിന്തിച്ചു. എനിക്കറിയാം, ഒന്നാമത്തെ കാര്യം, എനിക്ക് ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ സ്കിൻ ഡോക്ടറിനെയാണ് കാണിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അത് കോവിഡ് ടൈമിലാണ് എനിക്ക് ചിക്കൻ പോക്സ് വന്നത്. അപ്പോൾ പുള്ളിക്കാരി ഞാനന്ന് കണ്ടിരുന്നു, പുള്ളിക്കാരിയായിട്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് ഫീലൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി ഒന്ന് പോയി കണ്ടിട്ട്, ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു, അപ്പം എന്താ ചെയ്യാൻ പറ്റുകയെന്നൊന്ന് സംസാരിച്ച് നോക്കിയാലോ, കാരണം എപ്പോഴും പോകുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പുള്ളിക്കാരിയെ പോയി കണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കഥകളും ഞാൻ പറഞ്ഞു, ഈ ഡോക്ടറിനെ കണ്ട കഥയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്കാരി പറഞ്ഞു യെസ്, നമുക്ക് ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം, പക്ഷേ വേറെ ഫേസ് വാഷും ഇതുമൊക്കെ തരാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ആഹാ ഗ്ലോ എസ് തന്നത്, ഈ ഫോമിങ് ഫേസ് വാഷ്. അപ്പോൾ ഈ ഫോമിങ് ഫേസ് വാഷ് ഡെയിലി എക്സ്ഫോലിയേറ്റിംഗാണ്. അപ്പോൾ അത് നമ്മുടെ കുറച്ച് ഓയിൽ ഇതിനെ കൺട്രോൾ ചെയ്യും. പിന്നെ എപ്പിസോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ ഉള്ള ക്രീമും തന്നു. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ സ്കിൻ കെയർ റൊട്ടീനിൽ, അത്രയും മതി. പിന്നെ പുള്ളിക്കാരി കുറച്ച് എന്തൊക്കെയോ അന്നത്തെ ആ ഒരു അവസ്ഥയ്ക്ക് വരുന്ന രീതിയിൽ ബെൻസോയിൽ പെറോക്സൈഡോ അങ്ങനത്തെ കണ്ടൻസ് ഉള്ള കുറച്ച് ക്രീംസും കാര്യങ്ങളും ഒക്കെ തന്നിരുന്നു. കാരണം അത് എൻ്റെ ഫോട്ടോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതുപോലെ പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം യൂസ് ചെയ്തു. പിന്നെ പുള്ളിക്കാരിയായിട്ട് കുറച്ച് ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് റെറ്റിനോൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. റെറ്റിനോൾ എനിക്ക് തോന്നുന്നു ഓയിലി ഫേസ് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ഇതാകുമെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ എല്ലാം ക്യൂറായി വന്നു. 2022 അവസാനമായപ്പോഴത്തേക്കിനും, ഡിസംബർ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും എൻ്റെ കുരുവെല്ലാം നന്നായിട്ട് സപ്രസ്സായി. പിന്നെ ആ സമയത്ത് ഓയിലി ഫുഡ്സ് കഴിക്കുന്നത് ഭയങ്കരമായിട്ട് കുറച്ചായിരുന്നു. കാരണം മുഖത്തും എല്ലായിടത്തും ഫുൾ എന്താ പറയുക, ഓയിലായതുകൊണ്ട് കുറച്ച് കുറയ്ക്കാം എന്ന് കരുതിയായിരുന്നു. അങ്ങനെ കുറച്ച് പിന്നെ ഇത് ഫുഡിൻ്റെ ആണോ അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ആണോ സ്കിന്നിൻ്റെ ആണോ എന്ന് നമുക്കിങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് മെയിനായിട്ട് തോന്നിയത് എൻ്റെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ്
കാരണം എനിക്ക് എന്താ പറയുക PCOD ഉണ്ടായിരുന്നു, ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ആയിരിക്കും. കാരണം ആ കുരുവെല്ലാം ഒന്ന് സോൾവായി വന്നപ്പോഴാണ് ഞാൻ വണ്ണം വെക്കാൻ തുടങ്ങിയത്. ഞാൻ അത്രയും കാലം എന്താണോ കഴിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും കഴിക്കുന്നത്, അപ്പോഴും കഴിക്കുന്നതും ഒക്കെ. പിന്നെ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ PCOD ഉള്ളതുകൊണ്ടാണ് എനിക്ക് എല്ലാം ഇങ്ങനെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായേ എന്നെനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടേയും ഇനിയിപ്പോൾ എൻ്റെ സ്കിൻ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നന്നായി കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഡോക്ടർ അവിടുന്ന് പോയി. ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റിസപ്ഷനിൽ പോയി നിന്നപ്പോൾ ഡോക്ടർ വേറെ അടുത്തേക്ക് പോയി എന്ന് ഉള്ള വിഷമ വാർത്ത ഞാൻ അറിഞ്ഞു. പിന്നെ ഞാൻ തളർന്നു പോയി. പിന്നെ എനിക്ക് സ്കിൻ ഡോക്ടർ വേണ്ട എന്നൊക്കെയായിരുന്നു. കാരണം എനിക്കതുപോലെ വിഷമമായിപ്പോയി. കാരണം പുള്ളിക്കാരി നമ്മളെ ജഡ്ജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിളാണ്. പക്ഷേ കോട്ടയത്തുള്ള ആ ഡോക്ടറും ഈ ഡോക്ടറും ആണ് എൻ്റെ ആ ഒരു ജേണി ഹീൽ ചെയ്തത്. കോട്ടയത്തുള്ള ഡോക്ടറിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാത്തുവിനോട് ചോദിച്ചിട്ട് പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഷെയർ ചെയ്തേക്കാം. ആ ബുദ്ധി എനിക്ക് പോയില്ല, സോറി, ഇച്ചിരി സ്ലോ ആണ്. അപ്പോൾ അതാണ്. പിന്നെ ഈ പ്രൊഡക്റ്റ് എന്ത് തന്നാലും അത് ഞാൻ കുറേ നാളത്തേക്ക്, അതായത് പിന്നെ ആ ഒരു 2023 2024 മിഡ് വേ വരെ ഞാൻ ഈ പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ എൻ്റെ സ്കിന്നിൻ്റെ റിക്വയർമെൻറ്റ് മാറി എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ച് പ്രൊഡക്ട്സൊക്കെ മാറ്റി ചെയ്ത് നോക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും ഞാനൊരു 4 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് സ്കിൻ കെയർ അല്ലാതെ അതിൽ കൂടുതലൊന്നും ചെയ്യില്ല. കാരണം അതിൻ്റെ ആവശ്യം നമ്മുടെ സ്കിന്നിനുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യുക. പിന്നെ എന്താ പറയുക, മറന്നുപോയി. അപ്പോൾ അതാണ് സംഭവം. പിന്നെ എനിക്ക് വർക്കായത് നിങ്ങൾക്ക് വർക്കാവില്ല, നിങ്ങൾക്ക് വർക്കായത് എനിക്ക് വർക്കാവില്ല. അപ്പോൾ നമ്മളുടെ ബോഡിക്കും നമ്മുടെ സ്കിന്നിനും എന്താണോ റിക്വയർമെൻറ്റ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സംഭവം. പിന്നെ കൺസിസ്റ്റൻ്റ് ആവുക, ട്രെൻഡിൻ്റെ പുറകെ പോവാതിരിക്കുക. ആര് എന്ത് പ്രൊമോട്ട് ചെയ്താലും, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്താലും, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണ് ഈ സെറം യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഈ സൺസ്ക്രീൻ എനിക്ക് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ലൈക്ക് ഇറ്റ്സ് എ റെക്കമെൻഡേഷൻ, ഇറ്റ്സ് എ സജഷൻ ദാറ്റ് ദിസ് ഇസ് വർക്കിംഗ് ഗുഡ് ഫോർ മീ എന്നുള്ള രീതിയിൽ എടുക്കുക. നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ആൻഡ് ഇഫ് എന്താ പറയുക, സ്കിന്നിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായാലും ഡോക്ടറിനെ തന്നെ കാണുക. കാരണം ഈ ഇൻ്റർനെറ്റിലുള്ള ഡോക്ടേഴ്സ് അല്ല, ഇൻ്റർനെറ്റിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ല, നിങ്ങൾ റിയൽ ആയിട്ടുള്ള സാധാ എന്താ പറയുക ഹോസ്പിറ്റൽസ്, അത് ഞാൻ പറയുന്നത് ഇങ്ങനെ കോസ്മെറ്റിക് ക്ലിനിക്കുകളിൽ തന്നെ പോകണം എന്നില്ല, സാധാ ഡോക്ടേഴ്സിനെ കാണിച്ചാലും ഇത് മാറാൻ പറ്റും. പിന്നെ ഇപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു ഡോക്ടറിനെ റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആ കുരു വന്ന് പോയതിന് ശേഷം ഞാൻ കാർബൺ ലേസർ ചെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ കുറേ സ്കാർസും എന്താ പറയുക, കുറച്ചിങ്ങനെ നമുക്കിങ്ങനെ ഒരു കുഴിയൊക്കെ പോലെ വരത്തില്ലേ, അങ്ങനത്തെ ഒന്നും വരാതെ പോയത് ഈ കാർബൺ ലേസർ ഒരു 4-5 തവണ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതും കൂടി പറയണമല്ലോ. പിന്നെ അത് ചെയ്യാൻ ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു. പക്ഷേ സ്റ്റിൽ കുഴപ്പമില്ല, നമുക്കൊന്ന് എന്തായാലും ഇത്രയായി, ഇനിയും പ്രിവെൻറ്റീവ് മെഷർ ഒന്ന് എടുത്തേക്കാം എന്ന് കരുതി ഞാനങ്ങ് ചെയ്തതാണ്. പക്ഷെ അത് വർക്ക് വെൽ ഫോർ മീ. പക്ഷേ എനിക്കറിയില്ല, ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ലേസർ ചെയ്തത്. അതൊക്കെ അങ്ങനത്തെ ഇത്രയൊക്കെ റിസ്ക് ഒക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ടോ എന്നുപോലും അറിയത്തില്ല. അപ്പോൾ എന്താ പറയുക, ഫണ്ണായിട്ട് പറഞ്ഞാൽ റിസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്, അങ്ങനെയല്ല. അപ്പോൾ എന്താ പറയുക, എന്നിട്ട് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി എന്താ പറയുക, എൻ്റെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആകും, ഓയിലി ആകും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ ഉള്ള, അതിന് തോന്നുന്ന മൂഡ് സ്വിങ്സ് ഉള്ളൊരു സ്കിന്നാണ് എൻ്റെ സ്കിന്ന്. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് ഞാനിപ്പോൾ റിവൈവിൽ ഡോക്ടർ പെൻ ജോർജിനെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾ വീഡിയോസും കണ്ടിട്ടുണ്ടാവും, ഞാൻ റിവൈവിൽ പോയ ഒത്തിരി വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ റീസെൻ്റ്ലി ഹൈഫു ചെയ്തതും അവിടെ നിന്നായിരുന്നു. അപ്പം ഹീ ഈസ് എ ഗുഡ് ലൈക്ക് റെക്കമെൻഡേഷൻ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നൊരു റെക്കമെൻഡേഷൻ അതാണ്. പിന്നെ ഞാൻ ഇത്രയും ഇത് വലിയ സീരിയസ് ആയിട്ട് എന്തിനാണ് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, ഞാൻ ഭയങ്കര റിസ്ക് എടുത്തു, എന്നെ ഭയങ്കര ഡെസ്പറേറ്റ് ആക്കി, ദാറ്റ് വാസ് എ വെരി ഹാർഡ് ജേർണി ഫോർ മീ എന്നൊക്കെ പറയുന്നത് കുരുവല്ലേ എന്നൊക്കെ ചോദിക്കാം. കാരണം ഞാൻ ബോഡി ഷെയ്മിങ്ങിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഒത്തിരി പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇത്ര ബോഡി ഷെയ്മിങ് ഒക്കെയാണോ ജീവിതത്തിൽ ഇത്ര? അല്ല, ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ അനുഭവിക്കുന്ന അത്രയും ചിലപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇതും ചെറിയൊരു കാര്യമൊന്നും അല്ല. കാരണം നമ്മൾ ഡെയിലി എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിന്
ഈ ബാധിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് മുന്നോട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ തലയിൽ ഫുൾ ടൈം കുരുകളയണം 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 കുരുകളയണം, അല്ലെ വെയിറ്റ് കുറക്കണം വണ്ണം കുറക്കണം, അങ്ങനെ നമ്മളുടെ തലയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ദാറ്റ് നോട്ട് എ ലൈക്ക് എൻ ഈസി തിങ്. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് കാണുമായിരിക്കും, പക്ഷേ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് എന്താണോ ഇമ്പോർട്ടൻറ്റ് അത് ചെയ്യുക. പക്ഷേ ഡെസ്പറേറ്റ് ആവാതിരിക്കുക. എനിക്ക് പറ്റിയ തെറ്റതാണ്, ഡെസ്പറേറ്റ് ആവാതിരിക്കുക, കൺസിസ്റ്റൻ്റ് ആവുക. പിന്നെ കുറച്ച് എന്താ പറയുക, സ്നേഹം ആ ജേണിയിൽ നിങ്ങൾ നിങ്ങളോട് കാണിക്കുക. അതായത് എഴുന്നേറ്റ് ഞാൻ ഏറ്റവും ഒരു അഗ്ലി ആണല്ലേ ഞാൻ എന്നൊക്കെ എനിക്ക് തോന്നിയ മൊമെൻ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ എങ്ങനെയായിരുന്നാലും നമ്മൾ എല്ലാവർക്കും സൗന്ദര്യമുണ്ട്, എല്ലാവരും സുന്ദരന്മാരാണ്, അത് മനസ്സിലാക്കുക. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കാരണം അന്ന് ആ സമയത്ത് കുരുവുണ്ടായിരുന്ന കാരണം എന്നെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടേ ഇല്ല. ഒരു രീതിയിൽ ഞാൻ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, ചിലപ്പോൾ ഞാൻ അതുപോലെ മെലിഞ്ഞിരുന്നെങ്കിലോ. ഇപ്പം ഞാൻ എൻ്റെ ആ സെൽഫായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി നമുക്കറിയില്ല, നമുക്ക് വൺസ് കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില മനസ്സിലാവുള്ളൂ, പക്ഷേ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇത് ഭയങ്കര ലെങ്തി വീഡിയോ ആയിപ്പോയി. അതുകൊണ്ട് ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ പറ്റുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഇത് ഭയങ്കര വലിയ ഇതായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇത് എനിക്കറിയാം, ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഗോ ത്രൂ ദിസ് ജേർണി വെർ യു ഹാവ് ബീൻ ലൈക്ക് ഒരു ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ കാണുന്ന ഉടനെ കുരു എന്നുള്ളൊരു സംസാരം എങ്ങനെയായിരിക്കും വിഷമിപ്പിക്കുക എന്നുള്ളത് എന്താ പറയുക, അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ ഒരു ഫീൽഡിൽ, അതായത് ഞാൻ ഒരു ഷോ ബിസിനസ്സിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ, എല്ലാം നമ്മൾ മനുഷ്യരെ കാണുന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലൈക്ക് ടു ഗോ ത്രൂ ദിസ്. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് എല്ലാം സെറ്റാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ബൈ.